ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കൊരു ബ്ലൈൻഡ് ബാഗ് ഒന്ന് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഉണ്ടാക്കിയൊരു വീഡിയോ ഇതായിരിക്കില്ല, വേറെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്കിത് ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ബീറ്റേഴ്സിൻ്റെ ആണ്. നിങ്ങൾ ബീറ്റേഴ്സ് ഫാൻ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് 2 ബ്ലൈൻഡ് ബാഗാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ ഇന്നിഷണൽ തുറക്കാൻ പറ്റാതെ അത് ഞാൻ തുമ്പത്താ വെട്ടിയോണ്ട് തന്നെ വെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനെന്തെന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തുറന്നു നോക്കി. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ ഞാൻ എന്താ പറയുക ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പോൾ അത് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുറന്നിട്ട് അതിൻ്റെ ഭംഗി അടിപൊളിയായിരുന്നു. ഓരോ കോശമൊക്കെ ഞാനൊന്ന് സെറ്റാക്കി അടിപൊളിയാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞൊരു പേപ്പറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് യു ഗോട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൽ ഉണ്ടാവുമല്ലോ, ബാക്ക് വെച്ചിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജേണലൊക്കെ തുടങ്ങുന്നുണ്ട്. ആദ്യം ഞാൻ ഈ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് ചെയ്യാൻ ഒന്ന് തുടങ്ങി. ഇത് എത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വിടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ബ്ലൈൻഡ് ബാഗ് വെച്ചിട്ടാണ് ഒന്ന് വീഡിയോ ഇട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ തുറന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം തുറന്നപ്പോൾ തന്നെ കിട്ടിയത് ഒരു ടിപ്പ് ടോപ്പിൻ്റെ ഒരു സംഭവമായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിങ്ക് ഉണ്ടായിരുന്നു, പർപ്പിൾ ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത് ഒരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ രണ്ടാമത്തതാണ് ഈ ഒരു സംഭവമായിരുന്നു. രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇതിലെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒട്ടിച്ചൊക്കെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ പിന്നെ എന്താണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും ഒരു അടിപൊളി സംഭവമായിരുന്നു. അതായത് ചിക്കൻ നോട്ട്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ പിള്ളേരുടെ നമ്പർ, ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പർ ഉണ്ടാവുമല്ലോ, അത് ചെയ്യാനും പിന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ